ഹായ് ഫ്രണ്ട്സ്, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും നിരഞ്ജനയും കൂടെ നമ്മുടെ കൊട്ടിയത്ത് വന്ന ലുലു മാൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓഫറുകളുടെ പെരുമഴ എന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു പോക്കാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ലുലു മാൾ വന്നതിന് ശേഷം കൊട്ടിയം ഭാഗം നമുക്ക് കൊല്ലത്തേക്കൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. നമുക്ക് വണ്ടികൾ കാരണം നമ്മൾ ഒരുപാട് മണിക്കൂറുകളോളം നമ്മൾ ബ്ലോക്കിൽ പെടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയത്ത് വന്നിരിക്കുകയാണ്. അപ്പം ദാ ഈ കാണുന്നതാണ് നമ്മുടെ ലുലു മാൾ ഉൾപ്പെടുന്ന ഡ്രീം മാൾ. അങ്ങനെ 2 വീലർ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ 2 വീലർ പാർക്കിങ് മാളിൻ്റെ വലത് സൈഡിലോട്ടും 4 വീലർ പാർക്കിങ് മാളിൻ്റെ ഇടത് സൈഡിലോട്ടുമാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. 2 വീലർ പാർക്കിംഗ് ഒക്കെ നല്ല ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ബാഗ് നേരത്തെ ഉണ്ടല്ലേ. അപ്പോൾ ഏകദേശം 3 നിലകളിലായിട്ടാണ് കേട്ടോ ഈ ലുലുവിൻ്റെ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പം നമുക്ക് ഡെയിലി നീഡ്സ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യത്തെ ആ ഒരു നിലയിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തോ പറയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നിരഞ്ജന എല്ലാത്തിൻ്റെയും വിലയൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ തിരിച്ചു വെച്ചു കേട്ടോ. അപ്പം എല്ലാം നല്ല ഭീമമായ റേറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടങ്ങ് വെച്ചു. ഇതൊന്നും നമുക്ക് ഡെയിലി നീഡ്സിന് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലേ. പിന്നെ ആ ഒരു നിലയിൽ തന്നെ നമുക്ക് മീറ്റ്, ഫിഷ്, അപ്പം അങ്ങനത്തെ, പിന്നെ അല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മറ്റ് ബേക്കറി ഐറ്റംസ്, ബോർമയിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും ഒക്കെ നമുക്ക് ആ ഒരു ഇതിനകത്ത് തന്നെ കിട്ടും. പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാം ഉണ്ട് ആ ഒരു ആദ്യത്തെ ആ ഒരു ഫ്ലോറിൽ കേട്ടോ. ഞങ്ങളൊന്നും മേടിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ ബാസ്ക്കറ്റൊക്കെ ഉപേക്ഷിച്ചു. ഞങ്ങൾ എസ്കലേറ്ററിൽ ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോയി കേട്ടോ. അപ്പം അവിടെയും സെയിം പാറ്റേൺ തന്നെ, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ് അങ്ങനത്തെ ഒന്നുമില്ല. ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെയും ഞങ്ങളൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് കയറി കറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് 3ാമത്തെ നിലയിൽ എന്തുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അപ്പം 3ാമത്തെ ഈ ഒരു നിലയാണ് കേട്ടോ നമ്മൾ കാത്തിരുന്ന ഫ്ലോർ കേട്ടോ. അപ്പം ഇവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത് കേട്ടോ. അപ്പം സാധാരണ മാളുകളിലൊക്കെ പോലെ തന്നെ നമുക്ക് താഴത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാനായാലും നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാം. അതെല്ലാം നമുക്ക് ഇവിടെ ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാം. അതെല്ലാം നമുക്ക് ഇവിടുന്ന് പാഴ്സലും ആക്കി പോവുകയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഓർഡർ കൊടുത്തത് ഒരു അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു സംഭവം നമ്മളായി തന്നു കേട്ടോ. അപ്പം ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സാധനം റെഡിയാവും, നമുക്ക് പോയി മേടിക്കാം കണ്ടോ. അപ്പം 63 രൂപയാണ് കേട്ടോ ആ ഒരു അവിൽ മിൽക്കിൻ്റെ വില. അത് 50 രൂപ തൊട്ടുണ്ട് കേട്ടോ അവിൽ മിൽക്ക്. അപ്പം ഞങ്ങൾ 63 രൂപയുടെ അവിൽ മിൽക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുന്ന് ഡൊമിനോസ് പിസ്സ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു ബേസ് പിസ്സയും ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം അതിൻ്റെ വില 49 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച് അവിടെ നിന്ന് കഴിച്ചത് കേട്ടോ. അപ്പം രണ്ടും നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും നമുക്ക് വയറ് നിറയാൻ അത്രയും സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ പിസ്സ സത്യത്തിൽ നല്ല ഒരു അടിപൊളി പിസ്സയായിരുന്നു കേട്ടോ. നല്ല 2 പീസ് ഒരാൾക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും നല്ല ചൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ പാഴ്സൽ ചെയ്യുന്നതിന് പകരം അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഞങ്ങളുടെ അവിൽ മിൽക്ക് റെഡിയായെന്നുള്ള അറിയിപ്പ് വന്നു കേട്ടോ. അങ്ങനെ നിരഞ്ജന പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അവിൽ മിൽക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അവിൽ നല്ല ഡ്രൈ ആക്കിയാണ് അതിനകത്ത് ഇട്ടിരുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു റിച്ച് ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കായിരുന്നു.
ആയാലും ലുലുവിൽ പോണവർ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ് രണ്ടും കേട്ടോ. ഡൊമിനോസിൻ്റെ പിസ്സയും നമ്മളുടെ ഈ ഒരു അവിൽ മിൽക്കും. പിന്നീട് അതല്ലാതെ പിന്നെ അങ്കിൾ കഫേ എന്ന് പറയുന്ന ആ ഒരു കടയുടെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ദം ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി മന്തി ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ ആര്യാസിൻ്റെ ഒരു ദോശയുടെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും സ്റ്റാളാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ താഴേക്ക് വന്നത്. അപ്പം അവിടെ ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ള കുറച്ച് അലങ്കാര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീയും മറ്റും. അപ്പം നമ്മൾ അവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ പറഞ്ഞു നമ്മൾ ഇടപറയുകയാണ് ഈ വിഷാദം പാടി. നമ്മളൊന്നും മാറ്റില്ല അല്ലേ, വാങ്ങിച്ചു പിശ വെച്ചു പിശ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.